ആദ്യം നമ്മൾ പോകുന്നത് കശ്മീരുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ഇന്ന് ചേരും. ഇതുവരെ കൈക്കൊണ്ട നടപടികൾ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിശദീകരിക്കും. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയും ഇന്ന് യോഗം ചേർന്നേക്കും. ഇതിനിടെ ജമ്മുകശ്മീരിൽ ഭീകരർക്കായുള്ള തെരച്ചിലും അതീവ ജാഗ്രതയും തുടരുകയാണ്. മേഖലയിലെ സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഇരു രാഷ്ട്രങ്ങളും ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്ന് നിർദ്ദേശിച്ചു. സ്ഥിതി വഷളാക്കരുതെന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക ആവശ്യപ്പെട്ടു. അതേസമയം വലിയ ഭീതിയിലാണ് പാകിസ്ഥാൻ. സൈനിക നടപടി പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. 24 മുതൽ 36 വരെ മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് കൃത്യമായ വിവരം ലഭിച്ചുവെന്ന് പാക് വാർത്താ വിതരണ മന്ത്രി അത്തൌല തരാർ പ്രതികരിച്ചു. Pakistan has credible intelligence that India intends carrying out military action against Pakistan in the next 24 to 36 hours on the pretext of baseless and concocted allegations of involvement in the Pahalgam incident. India's self-assumed hubristic role of judge, jury and executioner in the region is reckless and vehemently rejected. Pakistan has been the victim of terrorism itself and truly understands the pain of this scourge. We have always condemned terrorism in all its forms and manifestations anywhere in the world. രാകേഷ് വിശദമായ വിവരങ്ങളുമായി. രാകേഷ്, ഇത് 2-3 തരത്തിൽ കാണാം. ഒന്ന്, ഏറ്റവും ആദ്യം നമുക്ക് ഈ പാകിസ്ഥാന്റെ ഭീതിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് കൃത്യമായ വിവരങ്ങളൊക്കെ പാകിസ്ഥാന് ലഭിക്കുന്നുണ്ട്. പക്ഷേ കശ്മീരിൽ നടക്കുന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് അത് ആര് നടത്തിയെന്നതിനെ കുറിച്ച് മാത്രമേ പാകിസ്ഥാന് വിവരം ലഭിക്കാത്തതുള്ളൂ. മറ്റെല്ലാ കാര്യങ്ങളും കൃത്യമായി ലഭിക്കാറുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു ആശങ്ക, ഇന്ത്യയുടെ ഒരു തിരിച്ചടി ഏത് നിമിഷവും ഭയന്നുകൊണ്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. എന്താണ് ഈ അത്തൌല തരാറിന്റെ ഈ പ്രസ്താവനയുടെ പശ്ചാത്തലം? അതേസമയം കശ്മീരിൽ സേനയോട് ഏത് തരത്തിലുള്ള തിരിച്ചടിക്കും ഒരുങ്ങിക്കോളാൻ, അല്ലെങ്കിൽ അതിനുള്ള ഒരു അനുമതി നൽകി കഴിയുമ്പോൾ അങ്ങനെ ഒരു തിരിച്ചടി അധികം വൈകില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? പാകിസ്ഥാൻ ഭീതിയിലാണ് ശ്രീജ. കാരണം ഇന്നലെയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു നിർണായക യോഗം ഡൽഹിയിൽ ചേർന്നത്. ഈ യോഗത്തിലാണ് ഇന്ത്യക്ക് അല്ലെങ്കിൽ സൈന്യത്തിന് പൂർണ്ണ അധികാരം തിരിച്ചടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. അതായത് സമയം, ഒപ്പം തന്നെ എവിടെയൊക്കെ ലക്ഷ്യം വെക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ സൈന്യത്തിന് തീരുമാനമെടുക്കാം എന്നാണ് ഈ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. മാത്രവുമല്ല, ഇത്തരം നീക്കങ്ങൾ പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. 2016 ഉറിയിൽ ഭീകരാക്രമണം നടത്തിയപ്പോഴും അതിനുശേഷം പുൽവാമയിൽ ആക്രമണം നടത്തിയപ്പോഴൊക്കെ തന്നെ സൈന്യത്തിന് ഇത്തരത്തിൽ പൂർണ്ണ അധികാരം നൽകിയിരുന്നു കേന്ദ്ര സർക്കാർ. അതുകൊണ്ടൊരു സന്ദേശം കൃത്യമായി സർക്കാർ സൈന്യത്തിന് നൽകി കഴിഞ്ഞു. അപ്പോൾ സൈന്യമാണ് ഇനി എപ്പോൾ തിരിച്ചടിക്കേണ്ടത്, എവിടെ തിരിച്ചടിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും അത്തരം വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെയാണ് പാകിസ്ഥാൻ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പ്രതികരണം വന്നിട്ടുള്ളതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 3 മണിക്കൂർ മുമ്പാണ് അത്തൌല തരാർ തൻ്റെ എക്സിൽ ഇക്കാര്യം കുറിച്ചിരിക്കുന്നത്. ഒരു വീഡിയോ സഹിതമാണ് എക്സിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതിലാണ് 24 മുതൽ 34 മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കൃത്യമായ വിവരമുണ്ട്, ഇന്റലിജൻസ് വിവരമുണ്ട് എന്ന പ്രതികരണം അത്തൌല തരാർ നടത്തിയിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഉന്നയിക്കുന്ന വാദം ഇന്ത്യ ഇത്തരത്തിൽ തെളിവുകളില്ലാതെയാണ്, മാത്രവുമല്ല അടിസ്ഥാനരഹിതമായ വാദമാണ് പാകിസ്ഥാനെതിരെ ഉന്നയിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ല എന്ന വാദം ആണ് ഏതായാലും തരാർ നിരത്തുകയും ചെയ്യുന്നത്. തീർച്ചയായും പാകിസ്ഥാൻ വലിയ ഭീതിയിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇന്നലത്തെ യോഗത്തിന്റെ തീരുമാനങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ സമയമടക്കം പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണം വന്നതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. ഏതായാലും അതിർത്തിയിൽ ഇന്ത്യ ഏത് സമയത്തും ഇന്ത്യയുടെ സൈനിക നീക്കം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ UN ഇടപെടൽ കൂടി ഈ ഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹം വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ഫോണിൽ സംസാരിച്ചു. അതിനുശേഷം പാക് പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. വിദേശകാര്യ മന്ത്രിയുമായുള്ള സംഭാഷണത്തിൽ പറഞ്ഞത് ശക്തമായി അപലപിക്കുന്നു, പഹൽഗാം ഭീകരാക്രമണത്തിൽ UN ശക്തമായി അപലപിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ മേഖലയിൽ സമാധാനം നിലനിർത്തണം, നിലവിലെ അവിടുത്തെ സ്ഥിതിഗതികളിൽ ആശങ്കയുണ്ട് എന്നാണ് UN അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ നടത്തണം, ചർച്ചകൾക്ക് UN മുൻകൈയെടുക്കാൻ തയ്യാറാണ്, ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സമാനമായ പ്രതികരണം തന്നെയായിരിക്കാം പാക് പ്രധാനമന്ത്രിയോടും നടത്തിയിട്ടുണ്ടാവുക. അമേരിക്കയും ഈ ഘട്ടത്തിൽ
പ്രശ്നം പരിഹരിക്കണം എന്നൊരു സന്ദേശം നൽകിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അതായത് ചർച്ചകൾ നടക്കട്ടെ എന്ന പ്രതികരണം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. ഏതായാലും പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള ഭയപ്പാടിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യ ഈ ഘട്ടത്തിൽ ഉറപ്പാക്കുകയാണ്. ഏറ്റവും ഒടുവിലായി തുർക്കി ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തുർക്കിയുടെ പ്രതികരണം തന്നെ പഹൽഗാമിൽ നടന്നത് ഭീകരാക്രമണം എന്ന് തന്നെയാണ് തുർക്കി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ പിന്തുണ നൽകുന്നുണ്ട്. ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ രാജ്യങ്ങളെ ഒപ്പം നിർത്താൻ രണ്ട് രാഷ്ട്രങ്ങൾ ശ്രമിക്കുമ്പോൾ ഈ രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പൊ ചൈന ഒഴികെയുള്ള രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു പ്രതികരണം ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ആക്രമിക്കുമെന്ന് പരസ്യമായി പറയുന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാകേഷ്, ഇന്ന് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നുണ്ട്. അതായത് ഇതുവരെ കൈക്കൊണ്ട നടപടികൾ അറിയിക്കുക മാത്രമല്ല, ഒരു പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഇതിൽ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നൊരു കൃത്യമായ ഒരു സൂചന കൂടി മന്ത്രിസഭയ്ക്ക് മുന്നിൽ ഇന്ന് വിശദീകരിക്കുമോ? അതേസമയം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തുടർച്ചയായ 6ാം ദിവസവും പാക് പ്രകോപനം അതിർത്തിയിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ പ്രഗ്വാൾ സെക്ടറിൽ നിന്നാണ് അത്തരം വാർത്തകൾ വരുന്നത്. ശ്രീജ, പല നിർണായക യോഗങ്ങളും ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. അതിൽ തന്നെ ഈ ഭീകരാക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ നടന്ന യോഗമാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം. അതിൽ പ്രധാനമന്ത്രി ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി, ഈ 4 പേരടങ്ങുന്ന ധനമന്ത്രി ഉൾപ്പെടെ ഈ 5 പേരടങ്ങുന്നതാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി. ആ സമിതിയാണ് നയതന്ത്ര തലത്തിൽ പല തീരുമാനങ്ങളും ഇതിനോടകം തന്നെ കൈക്കൊണ്ടുള്ള അത്തരമൊരു നടപടി ഇന്ത്യ ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് വിസ റദ്ദാക്കുന്ന നടപടിയിലേക്ക് ഇന്ത്യ കടന്നു കഴിഞ്ഞു. സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞു. അട്ടാരി അതിർത്തി അടച്ചു. അങ്ങനെ പ്രധാനപ്പെട്ട 5 നടപടികൾ കൈക്കൊണ്ടത് ആ യോഗത്തിന് ശേഷമാണ്. ഇപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി കൂടി ചേരുമ്പോൾ കുറച്ചുകൂടി ഗൗരവം വർദ്ധിക്കുകയാണ്. കാരണം രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതിയാണ് രാഷ്ട്രീയമായ തീരുമാനങ്ങൾ, ഒപ്പം തന്നെ സാമ്പത്തികമായ തീരുമാനങ്ങൾ, രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, ഈ തീരുമാനങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്ത് ഒരു തീരുമാനം നടപ്പാക്കുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതിയാണ്. ഇതിനു മുൻപ് രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേർന്ന് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമാണ്, അതായത് 2019. അതിനുശേഷം അതിർത്തിയിൽ ഇപ്പോൾ സമാനമായ സാഹചര്യം വരുമ്പോൾ വീണ്ടും രാഷ്ട്രീയകാര്യ സമിതിക്കുള്ള യോഗം ചേരുകയാണ്. ഇത് 5 പേരടങ്ങുന്നില്ല, കുറച്ചുകൂടി വിശാലമായ സമിതിയാണ്. പ്രധാനമന്ത്രി തന്നെയാണ് അധ്യക്ഷൻ. ധനമന്ത്രി, വിദേശകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി തുടങ്ങി സഖ്യകക്ഷി നേതാക്കൾ കൂടി ഈ സമിതിയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് രണ്ടാമത്തെ ഘടകകക്ഷിയാണ് NDAയിലെ TDPയുടെ റാംമോഹൻ നായിഡു CCPIയിലെ അംഗമാണ്. അങ്ങനെ ഒരു വിശാല യോഗമാണ് നടക്കുന്നത്. അതിനുശേഷം ഇന്ന് ഏതായാലും സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയും യോഗം ചേരുന്നുണ്ട്. ക്യാബിനറ്റ് യോഗവും ഇന്ന് തന്നെ ചേർന്നേക്കുമെന്നാണ് സൂചന. അങ്ങനെ ഒരു 3 നിർണായക യോഗങ്ങൾക്ക് ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. ഏതായാലും ഇതുവരെ കൈക്കൊണ്ട നടപടികൾ, ഒപ്പം ഇനി എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗത്തിൽ ചർച്ച ചെയ്യാനുള്ള നീക്കമുണ്ട്, അല്ലെങ്കിൽ തീരുമാനമുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായി ചർച്ച നടക്കും. ഏതായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു സൈനിക നടപടി പ്രതീക്ഷിക്കാം. അത് ഏത് തരത്തിൽ, എപ്പോൾ എന്നത് മാത്രമാണ് ഇനിയുള്ള ചോദ്യം. ശ്രീജ, ശരി, വളരെ വിശദമായ വിവരങ്ങൾ നൽകിയത് രാകേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം നമുക്ക്. മംഗളൂരുവിൽ ആൾക്കൂട്ട കൊലപാതകത്തിനിരയായത് മലയാളി എന്ന സ്ഥിരീകരണം. വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫാണ് കൊല്ലപ്പെട്ടത്. കേസിൽ 5 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഇതോടെ സംഭവവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. അതിനു മുൻപ് ഈ അഷ്റഫിന്റെ ബന്ധുക്കളുടെ വാക്കുകൾ കേൾക്കാം. നിങ്ങൾക്ക് അതിൽ ഡൗട്ട് എന്തെങ്കിലും? ഡൗട്ടില്ല, അവരെ ബോഡിയിൽ കംപ്ലീറ്റ് ഫ്രാക്ചർ ഉണ്ട്. ആ ഫ്രാക്ചറൊക്കെ പോസ്റ്റ്മോർട്ടത്തിൽ റിപ്പോർട്ട് ആയിട്ടുണ്ടോ, അതല്ല പിന്നെ ഹൈഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് തെളിവ് സഹിതം നമുക്ക് ഫാമിലിയെ ഏൽപ്പിക്കാം. വിവരങ്ങളുമായി KV ബൈജു കാസർഗോഡ് നിന്ന്. ബൈജു, ഞായറാഴ്ച ഇങ്ങനെ ഒരു ആൾക്കൂട്ട ആക്രമണം നടന്നു, അതിലൊരാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഇതൊരു മലയാളിയാണെന്നതും നമ്മൾ തന്നെയാണ് ആദ്യമായി പ്രേക്ഷകരെ അറിയിക്കുന്നത്. ഇപ്പോൾ ഇയാൾ ആരാണ്, എന്താണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രാദേശികമായി നടക്കുന്ന ഒരു ക്രിക്കറ്റ് മത്സരത്തിനിടയ്ക്ക് ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് മാനസികാസ്വാസ്ഥ്യമുള്ള ഒരു മനുഷ്യനെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ മൃതദേഹത്തിന്റെ സംസ്കാര നടപടികളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ തീരുമാനമായിട്ടുണ്ടോ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് 18 ആണ്. ഇത്തരത്തിൽ ഒരു വലിയ ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായി എന്നത് പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു മലയാളിയാണ്
ഇങ്ങനെ ഒരു മരണം സംഭവിച്ചതെന്ന കാര്യവും ന്യൂസ് 18 തന്നെയാണ് ഇന്നലെ രാത്രിയോടുകൂടി പുറത്തുവിടുന്നത്. ഏതായാലും ബന്ധുക്കൾ ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ക്രിക്കറ്റ് കളി നടക്കുന്നതിനിടെ, അതായത് പ്രാദേശികമായി സംഘടിപ്പിക്കുന്ന ഒരു ക്രിക്കറ്റ് കളിയാണ്, അവിടെ അഷ്റഫ് എത്തുകയും ഈ ഗാലറിയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനിടയിൽ ശരത്ത് എന്ന് പറയുന്ന പ്രദേശവാസിയുമായി വാക്കുതർക്കമുണ്ടാവുകയും ഈ ശരത്താണ് ഉച്ചത്തിൽ ഇയാൾ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുന്നതും പിന്നീട് ആ ജനക്കൂട്ടം ഒന്നടങ്കം ഇയാളെ ആക്രമിക്കുകയായിരുന്നു, അഷ്റഫിനെ ആക്രമിക്കുകയായിരുന്നു. അത് ക്രിക്കറ്റ് ബാറ്റും സ്റ്റമ്പും ഒക്കെ ഉപയോഗിച്ച് മർദ്ദിച്ചു, കൂടാതെ ചവിട്ട് ചെയ്തു. ഇതാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. ആന്തരിക രക്തസ്രാവമുണ്ടായി, കൂടാതെ ഹൃദയാഘാതവും ഉണ്ടായി. ഇതേ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. 3 മണിക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. 5 മണിയോടുകൂടി, അതായത് വൈകിയാണ് പോലീസ് അവിടെ എത്തുന്നത്. പിന്നീട് വെൻലോക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുകയായിരുന്നു. ഏതായാലും ബന്ധുക്കൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇവിടെ എത്തി അഷ്റഫിന്റെ മൃതദേഹം തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്നാണ് പോലീസ് പിന്നീട് ഒരു സ്ഥിരീകരണം നൽകുന്നത്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 20 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 15 പേരെ ആദ്യം അറസ്റ്റ് ചെയ്തു, ഏറ്റവും ഒടുവിലായി 5 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. അങ്ങനെ 20 പേരെ അറസ്റ്റ് ചെയ്തു. 25ഓളം ആളുകളുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും കർണാടക സർക്കാർ ഈ കാര്യത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഈ അഷ്റഫ് ഇവിടെ എത്താൻ ഇടയായത്, അതായത് മംഗളൂരു നഗരത്തിൽ നിന്നും 6 കിലോമീറ്ററോളം മാറിയാണ് ഈ കടുപ്പ് ഭദ്ര കല്ലുരുട്ടി എന്ന് പറയുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന ഈ കളി കാണാൻ അഷ്റഫ് എത്തിയ സാഹചര്യം തുടങ്ങിയവയൊക്കെ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷങ്ങളായി മാനസിക അസ്വാസ്ഥ്യം നേരിടുന്ന ഒരാളാണ് ഈ അഷ്റഫ്. അഷ്റഫിന് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക, അതുപോലെ തന്നെ ഈ പഴയ സാധനങ്ങളൊക്കെ പെറുക്കി അത് ഉപജീവനമായി ജീവിക്കുന്ന ഒരാൾ കൂടിയാണ് അഷ്റഫ്. ഏതായാലും വീട്ടിൽ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ പെരുന്നാളിന് വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ആ സഹോദരനും പറഞ്ഞത്. സഹോദരന്റെ ബൈറ്റാണ് നമ്മൾ കേട്ടത്. സഹോദരൻ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എത്തി. രാത്രി തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് കൂടുതൽ സേനകളെ ഈ പല ഭാഗങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെയും വലിയ തോതിൽ ഇത്തരത്തിലുള്ള ഇരു സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടായ പ്രദേശമാണ് മംഗളൂരുവിൽ. അത് കൊലപാതകത്തിലേക്ക് വരെ കലാശിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് അതീവ ജാഗ്രതയിലാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പേരുടെ അറസ്റ്റ് എന്നുണ്ടാകും. ഇതിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 20 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് കൂടുതൽ പേർ ഈ അക്രമത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെയൊക്കെ കണ്ടെത്താനുള്ള നടപടികളാണ് പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതാണ് CCTV പരിശോധിക്കുന്നത്. ഈ കളി ക്രിക്കറ്റ് നടന്ന ഈ മൈതാനത്തിന് സമീപത്തുള്ള ഈ CCTV ക്യാമറകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമായി മാറിയിരിക്കുന്നു ഈ മംഗളൂരുവിലേത്. കാരണം മാനസിക അസ്വസ്ഥത നേരിടുന്ന ഒരാളെ ഇത്തരത്തിൽ ചവിട്ടി മറ്റേ ക്രിക്കറ്റ് സംഭവം ഒക്കെ ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്താനിടയായ അത്രയും ഒരു സാഹചര്യം. എന്തായാലും ഈ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നാരോപിച്ചായിരുന്നു ഇത്തരത്തിലുള്ള അക്രമം നടന്നത്. അത് ഇയാളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട ശരത്താണ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. അതോടുകൂടി ഗാലറിയിൽ നിന്നും ആളുകൾ ഒന്നടങ്കം ഈ അഷ്റഫിന് നേരെ തിരിയുകയായിരുന്നു, ആക്രമിക്കുകയായിരുന്നു. 2 മണിക്കൂറോളം മൃതദേഹം അവിടെ തന്നെ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് പോലീസ് എത്തിയതിനു ശേഷം മാത്രമാണ് മൃതദേഹം അവിടെ നിന്നും മാറ്റിയത്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി നേരിട്ട് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം നടത്തി ഈ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന കാര്യത്തിൽ. എന്നാലും ഇന്ന് അത് സംബന്ധിച്ച് കൂടുതൽ അറസ്റ്റും ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന സൂചനകളും. ഇതോടൊപ്പം ബൈജു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മംഗളൂരു ആണ്. മംഗളൂരുവിൽ നമുക്കറിയാം എപ്പോഴും വളരെ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ കലാപത്തിലേക്കൊക്കെ പോകുന്ന തരത്തിൽ, സംഘർഷത്തിലേക്കൊക്കെ പോകുന്ന തരത്തിലുള്ള വളരെ സെൻസിറ്റീവായ ഒരു ഏരിയയാണ്. അവിടെ ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന ഒരു ഭാഗത്ത് ഇത്തരത്തിലൊരു കൊലപാതകമൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു മുൻകരുതൽ അവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടോ? ഇതോടൊപ്പം നമ്മൾ പറയേണ്ട കാര്യം, ഇങ്ങനെ ഒരു സംഭവം നടന്ന ഒരു 2 മണിക്കൂറോളം മൃതദേഹം അവിടെ കിടന്നു. അപ്പോൾ പോലീസിന്റെ ഈ സംഭവത്തിലുള്ള മൊത്തത്തിലുള്ള ഇടപെടലുകളെ കുടുംബമൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശ്രീജ, പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ രാത്രിയൊക്കെ വലിയ പ്രതിഷേധം
ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്നു. ഇതിൽ BJP പ്രവർത്തകർ കൂടുതൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെ, അതായത് CPM ഉൾപ്പെടെ ആരോപിക്കുന്നത്. വളരെ വൈകി പോലീസ് ഇവിടെ എത്തി ഈ അഷ്റഫിന്റെ മൃതദേഹം ഇത്തരം കൊണ്ടുവന്ന ഒരു സാഹചര്യമാണ്. ഒരു പക്ഷേ പോലീസ് നേരത്തെ എത്തിയിരുന്നെങ്കിൽ അഷ്റഫിന്റെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിയുമായിരുന്നു. മണിക്കൂറുകളോളം ഇത്തരത്തിൽ കിടക്കുകയും ആന്തരിക രക്തസ്രാവം മൂലമാണ് ഈ മരണം സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഈ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ രാത്രി തന്നെ ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ വലിയ സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുള്ളത്. മംഗളൂരും പരിസര പ്രദേശങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും, അതായത് നേരത്തെ സംഘർഷ ബാധിത പ്രദേശങ്ങളുണ്ട്, പ്രത്യേകിച്ച് തീരദേശ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ സംഘർഷം പതിവായി ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് പോലീസ്. കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. സംഘർഷം വ്യാപിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഇന്നുണ്ടാകും. ഈ സംബന്ധിച്ച് ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ 20 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണം. പ്രധാനപ്പെട്ട പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടില്ല, പ്രധാനപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ആരോപിച്ചായിരുന്നു ഇന്നലെ പ്രതിഷേധമുണ്ടായിരുന്നത്. ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ സഹോദരൻ അർദ്ധരാത്രിയോടുകൂടിയാണ് ഇവിടെ എത്തിയത്. അപ്പോഴും വലിയ ജനക്കൂട്ടം തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് കാണാം. വലിയ ജനക്കൂട്ടമാണ് അവിടെ ഉണ്ടായിരുന്നത്. വലിയ പ്രതിഷേധമാണ് അവിടെ നടന്നതും. എന്തായാലും ഒരു മാനസിക അസ്വസ്ഥമുള്ള ഒരാളെ ഇത്തരത്തിൽ അതിക്രൂരമായി ചവിട്ടിയും അടിച്ചും ഒക്കെ കൊലപ്പെടുത്തിയ ഒരു സംഭവമായതുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമായുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള അതീവ ജാഗ്രതയിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും കർണാടക സർക്കാർ ഈ കാര്യത്തിൽ അതീവ ഗൗരവമായി തന്നെ ഈ വിഷയം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ കൃത്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും കർണാടക ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇന്ന് കൂടുതൽ വിവരങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ വിവരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത്രത്തോളം ദാരുണമായൊരു സംഭവമാണ് നടന്നത്. ഈ കളി, ഈ ക്രിക്കറ്റ് കളി ഇത്രയും നഗരത്തിൽ നിന്നും 6 കിലോമീറ്ററോളം മാറിയാണ് ഈ സ്ഥലമുള്ളത്. ഇവിടേക്ക് എങ്ങനെയാണ് അഷ്റഫ് എത്താനിടയുണ്ടായ സാഹചര്യം, ഇതൊക്കെയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും മറ്റ് കൂടുതൽ ഈ കളി കാണാനെത്തിയവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ ആളുകളുടെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരവും. ഈ അഷ്റഫിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി, അതായത് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടെന്ന് കുടുംബം പറയുന്നു. വർഷങ്ങളായി വീട്ടിലല്ല താമസം. ഇയാൾ ഈ സ്ഥലത്ത് എവിടെ കേന്ദ്രീകരിച്ചാണ് ഇയാൾ ജോലി എടുത്തിരുന്നത്? അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനൊക്കെ പ്രാപ്തിയുള്ള ഒരാളായിരുന്നു. അങ്ങനെയുള്ള എന്തെങ്കിലും വിവരങ്ങൾ കുടുംബത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ? ശ്രീജ, ഈ റെയിൽവേ സ്റ്റേഷനും പരിസരത്തും അലഞ്ഞു തിരിയുന്ന ഒരു സ്വഭാവമാണ് ഈ അഷ്റഫിൻ്റെതെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അവിടെ പഴയ അക്രി സാധനങ്ങളൊക്കെ പെറുക്കി അത് വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന ഒരാളാണ്. ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് 6 വയസ്സ് മുതൽ തന്നെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച അഷ്റഫ് വീട്ടിൽ നിന്നും മാറിയിട്ട് ഇത്തരത്തിൽ നിൽക്കാതെയായിട്ട് വർഷങ്ങളോളമായി ഈ മംഗളൂരിൽ തന്നെ വർഷങ്ങളോളമായി ഇയാൾ എത്തിയിട്ട്, അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കളുമായി ഈ വീട്ടുകാരുമായി ഇയാൾക്ക് വലിയ ബന്ധമുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ പെരുന്നാളിന് ഇയാൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് സഹോദരൻ പറയുന്നത്. പിന്നീട് മംഗളൂരുവിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനും പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് ഇയാൾ കൃത്യമായി അറിയാം. കാരണം അവിടെ സ്ഥിരമായി ഇത്തരത്തിൽ ആക്രി സാധനങ്ങളൊക്കെ പറക്കി അത് വിൽപ്പന നടത്തിയാണ് ഈ ഉപജീവന മാർഗം കണ്ടെത്തുക. ഈ അലഞ്ഞു തരുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ് ഇയാൾ. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാനസിക അസ്വസ്ഥം ഉള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളാണ് അഷ്റഫ്. എന്തായാലും അഷ്റഫ് എങ്ങനെയാണ് ഈ 6 കിലോമീറ്റർ അകലെയുള്ള ഈ കടുപ്പ് ഭദ്ര കല്ലൂരിട്ടി ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന ഈ പ്രാദേശിക ക്രിക്കറ്റ് മത്സരത്തിൽ നടക്കുന്ന സ്ഥലത്തേക്ക് എങ്ങനെ എത്തിയെന്ന കാര്യം പോലീസ് എന്തായാലും അന്വേഷിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച അന്വേഷണം പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല, ഞായറാഴ്ച നടന്ന സംഭവത്തിൽ 2 ദിവസം കഴിഞ്ഞാണ് ഇതിൽ പ്രതികളെ പിടികൂടുന്നത്. ഇന്നലെ പ്രതിഷേധം ശക്തമായതോടുകൂടിയാണ് വീണ്ടും രാത്രി 5 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. ഏതായാലും പോലീസ് ഈ പ്രതിഷേധം കണക്കിലെടുത്ത് ഈ സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടാകും എന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരവും. ശ്രീജ, കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്.
എന്തായാലും ന്യൂസ് 18 ആയിരുന്നു ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടത്. ഇപ്പോൾ അതൊരു മലയാളിയാണ് കൊല്ലപ്പെട്ടതെന്ന വാർത്തയും സ്ഥിരീകരിക്കുന്നത് ന്യൂസ് 18 ആയിരുന്നു. ആ സംഭവത്തിൽ അതീവ ജാഗ്രതയിലാണ് ഈ പ്രദേശം. മംഗളൂരുവിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ കൂടുതൽ സംഘർഷങ്ങൾക്ക് ഉണ്ടാകാൻ ഇടയുണ്ടെന്നൊരു മുൻകരുതലിലാണ് പോലീസ് സംവിധാനങ്ങളൊക്കെ ഉള്ളത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോന്നിരിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക് പോകാം. പുലിപ്പല്ല് കൈവശം വെച്ചു എന്ന കേസിൽ വേടനുമായി തൃശൂരിലെ വീട്ടിലും വനം വകുപ്പ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. പുലിപ്പല്ല് ലോക്കറ്റിൽ മോഡിഫിക്കേഷൻ ചെയ്ത തൃശൂർ വിയൂരിലെ ജ്വല്ലറിയിൽ എത്തിച്ചും വേടനുമായി അന്വേഷണ സംഘം തെളിവെടുക്കും. അതിനിടെ വനം വകുപ്പ് കേസിൽ വേടൻ നൽകിയ ജാമ്യാപേക്ഷ മെയ് 2-നായിരിക്കും കോടതി പരിഗണിക്കുക. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, കഞ്ചാവാണ് പിടിച്ചതെങ്കിലും ഇപ്പോൾ വേടനെ കൂടുതൽ കുരുക്കിലാക്കുന്നത് ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട കേസാണ്. ഇന്നിപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ളത്? ശ്രീജ, വനം വകുപ്പിന് അനുവദിച്ചിട്ടുള്ള വേടന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് വൈകിട്ട് 5 മണിയോടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് തന്നെ ഈ തൃശൂർ വിയ്യൂരിലുള്ള ജ്വല്ലറിയിൽ പുലിപ്പല്ല് രൂപമാറ്റം വരുത്തിയിട്ടുള്ള ജ്വല്ലറിയിലെത്തി തെളിവെടുപ്പ് നടത്താനാണ് വനം വകുപ്പിന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഇന്നലെ തന്നെ കണിയാമ്പുഴയിലുള്ള ഫ്ളാറ്റിലെത്തിച്ച വേടനെ വീണ്ടും തെളിവെടുപ്പ് നടത്തിയിരുന്നു. അവിടുന്ന് പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല എന്ന് തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. വേടനെ ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട ശേഷമാണ് വനം വകുപ്പിന്റെ നടപടി തുടരുന്നത്. എന്തായാലും ഈ പുലിപ്പല്ല് നൽകിയത് രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ആരാധകനാണ് എന്നാണ് വേടൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അയാളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും. ഈ മെയ് 2-ാം തീയതിയാണ് വേടന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പുലിപ്പല്ലാണെന്ന് അറിയാമായിരുന്നില്ല എന്ന് വേടൻ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അതുകൂടി പരിശോധനയിൽ ഉണ്ടാകും. കാരണം താൻ പുലിപ്പല്ലാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല അത് ധരിച്ചത്. ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അത് ധരിക്കില്ലായിരുന്നു എന്ന് വേടൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ട് ഈ പുലിപ്പല്ല് നൽകിയ ആളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വേടന് ഈ കേസിൽ ഇളവ് ലഭിച്ചേക്കാമെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിരുന്നാൽ പോലും വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് നിലവിൽ വേടൻ കൈവശം പുലിപ്പല്ല് വെച്ചത് പണിഷബിൾ ഒഫൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു റിമാൻഡ് കാലാവധിയെങ്കിലും ജയിലിൽ കിടക്കേണ്ടുന്ന സാഹചര്യം ഇതുകൊണ്ടുണ്ടാവും. എന്തായാലും ഇന്ന് കോടനാട് നിന്ന് അല്പസമയത്തിനുള്ളിൽ വേടനെ തൃശ്ശൂരേക്ക് കൊണ്ടുപോകാൻ ഇറക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലുള്ള വേടന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് അവസാനിക്കുക. വേടനെയും അതുപോലെ വേടന്റെ ഒപ്പം ഉണ്ടായിരുന്ന ബാക്കി 8 പേർക്കും സ്റ്റേഷൻ ജാമ്യം, കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള തുടർ നടപടികളാണ് വനം വകുപ്പ്, അതായത് ഫ്ളാറ്റിൽ കഞ്ചാവ് പരിശോധനയ്ക്കെത്തിയ പോലീസിനെ വേടന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിൽ സംശയം തോന്നുകയും അതേ തുടർന്ന് അവർ വനം വകുപ്പിനെ അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പുലിപ്പല്ലാണെന്ന് കണ്ടെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം തായ്ലൻഡിൽ നിന്ന് ലഭിച്ചതായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലും കൂടുതലുള്ള ചോദ്യം ചെയ്യലിലാണ് തമിഴ്നാട്ടിൽ നിന്നും രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ആരാധകൻ ഗിഫ്റ്റ് തന്നതാണ് എന്ന് വേടൻ പറയുന്നത്. എന്തായാലും അതേ തുടർന്നുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അത് ഈ രൂപമാറ്റം വരുത്തിയ ജ്വല്ലറിയിൽ ഇന്ന് തെളിവെടുപ്പ് നടത്തും. ശ്രീജ, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി പോകാം. കൊച്ചിയിൽ പിടിയിലായ പ്രമുഖ സംവിധായകർക്ക് കഞ്ചാവ് എത്തിച്ച് നൽകിയവർക്കായുള്ള അന്വേഷണം എക്സൈസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ഫ്ളാറ്റ് ഉടമയായ സംവിധായകൻ സമീർ താഹിറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇന്ന് നോട്ടീസ് നൽകുമെന്നാണ് അറിയുന്നത്. ആജ്ഞ തന്നെ വിവരങ്ങൾ നൽകും. ആജ്ഞ, ആ കേസ് ആദ്യത്തെ ആ ഒരു ബഹളത്തിനപ്പുറം എവിടം വരെ എത്തി എന്നറിയാനുള്ള ഒരു കൗതുകം എല്ലാവർക്കും ഉണ്ടാവും. സ്വാഭാവികമായും 2 വലിയ പേരുകൾ വന്നപ്പോൾ അത് ആഘോഷിച്ചു. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഈ കഞ്ചാവ് എത്തിയത് എവിടെ നിന്ന്, ആ സ്ഥലം ഒരു സ്ഥിരം കഞ്ചാവ് പാർട്ടികളൊക്കെ നടക്കുന്ന സ്ഥലമാണോ, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. ആ അന്വേഷണം എവിടെ വരെ ആയിട്ടുണ്ട്? ശ്രീജ, സിനിമാ ചർച്ചകൾക്കായി നിരന്തരം സിനിമാ പ്രവർത്തകർ വന്നു പോകുന്ന ഒരു ഇടമാണ് ഈ ഫ്ളാറ്റ് എന്ന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സിനിമാ പ്രവർത്തനത്തിനല്ല, ഇത്തരത്തിൽ ലഹരി ഉപയോഗം സ്ഥിരമായി നടക്കാറുള്ള ഒരിടം കൂടിയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അന്ന് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് കേന്ദ്രീകരിച്ചിരുന്നതാണ്. എന്തായാലും മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ വെളിപ്പെടുത്തിയതുപോലെ ഈ 2 സംവിധായകരെ തേടി ആയിരുന്നില്ല യഥാർത്ഥത്തിൽ എക്സൈസ് അവിടെ എത്തിയിരുന്നത്. ഒരു ഓസ്ട്രേലിയൻ പ്രവാസി കഞ്ചാവുമായി എത്തി, ലഹരിയുമായി ഫ്ളാറ്റിലെത്തി എന്നുള്ള വിവരത്തെ തുടർന്നാണ് ഡാൻസ് ഓഫ് സംഘം
എക്സൈസ് സംഘം അവിടെ എത്തുന്നതും പരിശോധന നടന്നതും പരിശോധനയ്ക്കിടയിലാണ് ഇത് പ്രമുഖരായ 2 സംവിധായകരാണ് എന്നവർക്ക് മനസ്സിലാകുന്നതും. അതേസമയം മാത്രമല്ല ഈ ഖാലിദ് റഹ്മാൻ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്കിടെ എക്സൈസ് ഇൻസ്പെക്ടറോട് താൻ മഞ്ഞുമ്മൽ ബോയ്സിൽ ഡ്രൈവറുടെ വേഷം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അന്വേഷണം വഴിതിരിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ തന്നിലേക്കുള്ള ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ ശ്രമിച്ചു എന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. ഇങ്ങനെ അതായത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഷാലിഖ് മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് പ്രവാസി എന്നുള്ള കാര്യമാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. ഷാലിഖ് മുഹമ്മദിന് എവിടെ നിന്നാണ് കഞ്ചാവ് കിട്ടിയത് എന്നുള്ള കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതായത് ഇവരുടെ മുറിയിൽ നിന്നും ഈ ഫ്ളാറ്റിൽ നിന്നും ഇത് ക്രഷറും അതുപോലെ ഇത് വലിക്കാനുള്ള ഉപകരണവും കണ്ടെത്തിയതോടുകൂടി നിരന്തരം ഈ കഞ്ചാവ് ഉപയോഗം നടക്കുന്ന ഇടമാണെന്ന് എക്സൈസിന് മനസ്സിലായിട്ടുണ്ട്. അന്ന് പിടിച്ചെടുത്ത കഞ്ചാവിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ പോലും അത് പക്ഷേ ഈ തരത്തിൽ ഈ ഉപകരണങ്ങൾ കൂടി കണ്ടെത്തിയതോടുകൂടി നിരന്തരം ഉപയോഗിക്കുന്ന ഒരിടമാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. പക്ഷേ സമീർ താഹിർ അവിടെ ആ സമയത്ത് പരിശോധന സമയത്ത് ഉണ്ടായിരുന്നില്ല. സമീർ താഹിറിൻ്റെ അറിവോടുകൂടിയാണോ കഞ്ചാവ് ഉപയോഗം നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ലഹരി ഉപയോഗങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് എക്സൈസിന് അറിയാനുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നമ്മളോട് സമീർ താഹിറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അറിയിച്ചിരുന്നു. സമീർ താഹിറിന് ഇന്ന് ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രമുഖരായ 2 സംവിധായകർ ഈ ലഹരി കേസിൽ പെടുകയും അതേ തുടർന്ന് വലിയ ബഹളങ്ങൾ ഒരുപക്ഷെ ഇല്ലാതായത് അടുത്ത ദിവസം തന്നെ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും ഈ കഞ്ചാവ് പിടിച്ച സംഭവം ഉണ്ടായിരുന്നത് കൊണ്ട് പ്രമുഖർക്ക് പിന്നാലെയെല്ലാം ഈ ലഹരി കേസുകൾ പോകുന്നതിന് അങ്ങോട്ട് ശ്രദ്ധ തിരിഞ്ഞതാകാം എന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഇത് സിനിമാ മേഖലയിൽ വലിയ ചർച്ചയ്ക്ക് ഇടമായിട്ടുണ്ട്. ഫെഫ്ക ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 സംവിധായകരെയും സസ്പെൻഡ് ചെയ്യുകയും ടെക്നീഷ്യന്മാരുടെ ഇടയിലാണ് കൂടുതൽ കഞ്ചാവ് ഉപയോഗം ഉണ്ടാകുന്നത്. സജി നന്ദ്യാട്ടിന്റെ കമന്റിനെതിരെ ഫെഫ്ക കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഫിലിം ചേംബർ ഇന്നലെ മീറ്റിംഗ് കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അത്തരത്തിലുള്ള ഈ സിനിമാ മേഖലയിലെ ആളുകൾ തമ്മിലുള്ള ഒരു തർക്കത്തിനും ഒക്കെ ഇടയാക്കിയിട്ടുമുണ്ട് ഈ 2 സംവിധായകരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്ത സാഹചര്യം. ശ്രീജ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൊൽക്കത്തയിൽ നിന്ന് വളരെ ദാരുണമായ ഒരു വാർത്ത വരുന്നു. കൊൽക്കത്തയിൽ വൻ തീപിടുത്തമുണ്ടായി 14 പേർ വെന്ത് മരിച്ചു. ഇന്നലെ രാത്രി സെൻട്രൽ കൊൽക്കത്തയിലെ ഫാൽപട്ടി മച്ചുവയ്ക്ക് സമീപമുള്ള ഹോട്ടലിലായിരുന്നു തീപിടുത്തമുണ്ടായത്. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന, ഈ തീപിടുത്തത്തെ പറ്റി എന്തൊക്കെയാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്? ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുകയാണോ?
ശ്രീജ, അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 14 പേരാണ് കൊൽക്കത്തയിൽ ഈ തീപിടുത്തത്തിൽ ഇതുവരെ മരിച്ചത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിരവധി പേർ ഈ കൊൽക്കത്തയിൽ ആദ്യഘട്ടത്തിൽ ഒരു റെസ്റ്റോറൻറ്റിലാണ് തീ പിടിച്ചത്. പിന്നീട് അത് സമീപത്തേക്ക് കൂടി പടരുകയായിരുന്നു. ഇപ്പോഴും ആ കെട്ടിടങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. മറ്റു ആർക്കെങ്കിലും പരിക്കുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇനി ഇത്തരത്തിൽ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 14 എന്ന കണക്ക് ഇനി ഉയരുമോ എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇന്നലെ രാത്രി 8:30 കൂടിയായിരുന്നു ഈ വലിയ ഒരു അപകടം ഉണ്ടാകുന്നത്. ഋതുരാജ് എന്ന സെൻട്രൽ കൊൽക്കത്തയിലെ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. ഇത് ഈ പ്രാഥമിക വിവരം അനുസരിച്ച് ഈ റെസ്റ്റോറൻറ്റിലെ അടുക്കളയിൽ തീ പടർന്നു. പിന്നീട് അത് സമീപത്തേക്ക് വ്യാപിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഈ റെസ്റ്റോറൻറ്റിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുകൂടി മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഈ തീ ഇത്ര പെട്ടെന്ന് ആളിപ്പടർന്നത്. എന്തായാലും ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. ഇത് ഇത്തരത്തിലുള്ള ഈ റെസ്റ്റോറൻറ്റിലുള്ള ഒരു തീപിടുത്തമാണോ അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇതിപ്പോൾ രണ്ടാമത്തെ തീപിടുത്തമാണ് കൊൽക്കത്തയിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ചയുണ്ടായ തീപിടുത്തത്തിൽ 2 പേർ, അന്നൊരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിനായിരുന്നു തീപിടുത്തം ഉണ്ടായത്. അന്ന് 2 പേരാണ് കൊൽക്കത്തയിൽ മരിച്ചത്. ഇതിപ്പോൾ 14 എന്നുള്ള ഒരു വലിയ സംഖ്യയിലേക്ക് മരണസംഖ്യ കടക്കുന്നു. അത് ഇനിയും ഉയരുമോ എന്നത് ഇപ്പോഴും ആശങ്കയായി തുടരുന്നു. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷണം തുടരുകയാണ്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ ഈ തീപിടുത്തമുണ്ടായ സമയത്ത് സമീപത്തേക്ക് കൂടി ആളിപ്പടരുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ കെട്ടിടത്തിന്റെ മുകളിൽ കയറിയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നത്. അങ്ങനെയൊക്കെ പിന്നീട് അവരെ ഏറെ പണിപ്പെട്ടൊക്കെയാണ് ഈ ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തിയത്. ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിലേക്കൊക്കെ കയറിയാണ് ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നത്. എന്തായാലും ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി അത് വർദ്ധിച്ചു വരുന്നു എന്നത് തന്നെയാണ് സാഹചര്യം. നിലവിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ സമീപത്തെ കെട്ടിടങ്ങളിലൊക്കെ ആളുകൾ ഇനിയും ഉണ്ടാകാം എന്നൊരു സംശയം കൂടിയുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ശ്രീജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. മലപ്പുറം പെരുവള്ളൂരിൽ പേവിഷ വാക്സിൻ എടുത്തിട്ടും പെൺകുട്ടി മരിച്ച സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സയെക്കുറിച്ച് കൂടുതൽ പരാതികൾ ഉയരുന്നു. കഴിഞ്ഞ മാസം കുറുക്കന്റെ കടിയേറ്റ് ചികിത്സയ്ക്കായി എത്തിച്ച മലപ്പുറം തിരൂർക്കാട് സ്വദേശിനി കാളിക്കും വേണ്ട രീതിയിൽ ചികിത്സ കിട്ടിയില്ലെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. മാർച്ച് 24-ന് കാളി പേവിഷബാധയെ തുടർന്ന് മരിച്ചിരുന്നു. കാളിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മാത്രമാണ് കുടുംബത്തിന് ലഭിച്ചത്. റിപ്പോർട്ടിൽ മരണകാരണം പേവിഷബാധയാണെന്ന് കണ്ടെത്തിയിരുന്നു. പേവിഷബാധ പരിശോധനയിൽ സ്ഥിരീകരിക്കുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന പരിശോധന വേണമെന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാളിയുടെ മുഖത്തായിരുന്നു കുറുക്കന്റെ കടിയേറ്റത്. ഗ്രേഡ് 3 വിഭാഗത്തിൽപ്പെട്ട ഗുരുതരമായ മുറിവുകളായിരുന്നു ഇവ. മാർച്ച് 8-നായിരുന്നു തൊഴിലുറപ്പ് ജോലിക്കിടെ കാളിക്ക് കുറുക്കന്റെ കടിയേറ്റത്. മുഖത്തും കയ്യിലും കാലിനുമെല്ലാം കടിയേറ്റു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. ഒരാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. 15-ാം തീയതി ഡിസ്ചാർജ് ചെയ്തു. 22-ാം തീയതി ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കൊണ്ടുപോയി. എന്നാൽ മുമ്പ് പേവിഷബാധയ്ക്കുള്ള ചികിത്സ നൽകിയിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ചിട്ടില്ലെന്നും ഹൃദയ സംബന്ധമായ പരിശോധന നടത്തി അന്ന് തന്നെ തിരിച്ചയക്കുകയായിരുന്നെന്നും കുടുംബം പറയുന്നു. 24-ന് കാളി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ആദ്യം മുറിവ് തുന്നിക്കെട്ടിയതും രണ്ടാമത് പരിശോധനയ്ക്കെത്തിയപ്പോൾ റാബീസ് പരിശോധന കാര്യമായി നടത്തിയിട്ടില്ല എന്നതും ചികിത്സാ പിഴവുകളായിട്ടാണ് കുടുംബം കരുതുന്നത്. എൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയപ്പോഴാണ് ഈ സ്റ്റിച്ചിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. കണ്ണിൻ്റെ ഇവിടെ ആഴത്തിലൊരു മുറിവ് വന്നിരുന്നു, ഇവിടെ ഒരു മുറിവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിനെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. സ്റ്റിച്ച് ഇടാൻ പാടില്ലായിരുന്നു. പിന്നെന്താ വെച്ചാൽ അവർ പിന്നെ ഇത് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് പിന്നെ പോലീസ് സ്റ്റേഷനിലാണ് കിട്ടുക. അവിടെയാണ് കോപ്പി തരാം. നമ്മൾ ഡോക്ടേഴ്സിനോടൊന്നും നേരിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഈ ചികിത്സാ പിഴവ് ഉണ്ടായെന്നാണോ കരുതുന്നത്? അങ്ങനെയാണ് വിചാരിക്കണം. അല്ലാതെ പിന്നെ ഒരു മാവിട്ട സ്ഥിതിക്ക് പിന്നെ അവർ പെട്ടെന്നൊന്നും ഒരാഴ്ച കൊണ്ട് മാവ് വെട്ടിയിട്ട് ഡിസ്ചാർജ് ചെയ്യാനൊന്നും പാടില്ലല്ലോ. 22-ാം തീയതി പേവിഷബാധയുടെ ലക്ഷണങ്ങളുമായി എത്തിയ കാളിക്ക് അതിനാവശ്യമായ ചികിത്സകൾ ലഭിച്ചിട്ടില്ല എന്നാണ് ആശുപത്രി രേഖകളും വ്യക്തമാക്കുന്നത്. മുഖത്ത് വന്യജീവികളുടെ കടിയേറ്റാൽ പേവിഷബാധയ്ക്കുള്ള സാധ്യതകൾ ഏറെയാണെന്നിരിക്കെ നൽകാൻ കഴിയുന്ന എല്ലാ ചികിത്സകളും ഇവർക്ക് ലഭിച്ചോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. മുഖത്തൊക്കെ കണ്ണ് നിറയെ ബ്ലഡായിരുന്നു.
അത് ചേച്ചീനെ അവിടെ നിന്ന് തോട്ടിന് എന്തെങ്കിലും വെള്ളത്തിൽ ചെറിയ ചേച്ചി കഴിക്കുന്നു. അവിടെ നിന്ന് മുറിവൊക്കെ കെട്ടിയിട്ടാണ് പിന്നെ മഞ്ചേരി കൊണ്ടുപോയത്. അവർ മുറിവിലൊക്കെ ഇഞ്ചക്ഷൻ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അവിടെ നിന്ന് അതിന് ശേഷമാണ് പിന്നെ കോഴിക്കോട് കൊണ്ടുപോകുന്നത്. കാരണം ഈ കണ്ണിൻ്റെ ഒരു കാരണം അവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മുഖത്ത് പരിക്ക്, ആ കണ്ണിന് ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. അവിടെ കോഴിക്കോട് അഡ്മിറ്റ് ചെയ്തു. ഒരു കൃത്യമായിട്ട് 7 ദിവസം 8 ദിവസമായിട്ട് ആയിട്ടുള്ളൂ. ശേഷം തിരിച്ചു കൊണ്ടുവന്നു. ശേഷം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരായത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. നഗരസഭാ സ്ഥാപനത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയത് പാലക്കാട് നഗരസഭയിൽ വലിയ വിവാദമാണല്ലോ. എന്നാൽ 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പ്രധാനപ്പെട്ട റോഡിന് തിരുവനന്തപുരം നഗരസഭ RSS ആചാര്യന്റെ പേര് നൽകിയിട്ടുണ്ട്. പേരുമാറ്റത്തിനായി BJP കൊണ്ടുവന്ന പ്രമേയം പാസായത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണയിലായിരുന്നു. ചരിത്രത്തിലേക്ക് ഒരു ചെറിയ തിരിഞ്ഞുനോട്ടം. വർഷം 1989. RSS സ്ഥാപകൻ കേശവ് ബലിറാം ഹെഡ്ഗേവാറിന്റെ ജന്മശതാബ്ദി വർഷം. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൌൺസിലർമാർ ഒരു പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ നടയ്ക്ക് സമീപം, കൃത്യമായി പറഞ്ഞാൽ ഫോർട്ട് സ്കൂൾ മുതൽ വരാഹമൂർത്തി ക്ഷേത്രം വരെയുള്ള റോഡിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകണം. ഇതായിരുന്നു പ്രമേയത്തിന്റെ ഉള്ളടക്കം. CPM-നും CPI-ക്കും ശക്തമായ സ്വാധീനമുള്ള നഗരസഭാ കൌൺസിൽ, CPI നേതാവ് മാക്സ്വെൽ, നഗരസഭാ മേയർ അവതരണാനുമതി പോലും നൽകാതെ പ്രമേയം തള്ളിക്കളഞ്ഞു. 3 വർഷങ്ങൾക്ക് ശേഷം 1992 നഗരസഭയിലെ രാഷ്ട്രീയ ബലാബലത്തിൽ വലിയ മാറ്റം വന്ന കാലം. CPI-യുമായി തെറ്റിപ്പിരിഞ്ഞ MP പത്മനാഭൻ നഗരസഭാ മേയർ. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും BJP-യുടെയും പിന്തുണയിലായിരുന്നു MP പത്മനാഭന്റെ നഗരഭരണം. MS കുമാർ, അശോക് കുമാർ, മാണിക്യം, രാമയ്യർ, രാധമ്മ. BJP-ക്ക് 5 കൌൺസിലർമാർ. 89-ൽ പരാജയപ്പെട്ട പ്രമേയം BJP വീണ്ടും കൊണ്ടുവന്നു. പ്രമേയം പാസായി. നഗരഹൃദയത്തിലെ റോഡിന് RSSകാരുടെ ഡോക്ടർ ജിയുടെ പേരും വന്നു. 1992 MP പത്മനാഭന് 6 BJP കൌൺസിലേഴ്സ് ഉള്ളപ്പോൾ അതിലൊരു അംഗമായ ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഇത് ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം എഴുതി കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം അപ്പം തന്നെ ഒപ്പിട്ട് തന്നു. അത് അജണ്ടയിൽ അടിച്ചു വന്നു. ആ കൗൺസിലിൽ അത് വായിച്ച് ആ പ്രമേയം അന്നത്തെ CPM-കാരും ലീഗുകാരും കോൺഗ്രസുകാരും 6 BJP-കാരും ഏകകണ്ഠമായ സ്വരത്തിലാണ് പാസാക്കിയത്. CPM ശക്തമായി എതിർത്തിട്ടും കോൺഗ്രസും BJP-യും ലീഗും ചേർന്ന കോലീബി സഖ്യ പിന്മാറിയില്ലെന്ന് മുൻ മേയർ C. ജയൻ ബാബു പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാവ് ഭീമാപള്ളി റഷീദ് അന്നും കൌൺസിലറായിരുന്നു. MP പത്മനാഭൻ പിന്നീട് CMB-യുടെ പ്രധാന നേതാക്കളിൽ ഒരാളായി. അടുത്തിടെ വരെ ഹെഡ്ഗേവാറുടെ പേരെഴുതിയ ബോർഡ് റോഡിലുണ്ടായിരുന്നു. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി അത് മാറ്റി. പാലക്കാട് നഗരസഭയിലെ തർക്കങ്ങൾ വാർത്തകൾ നിറയുമ്പോൾ തിരുവനന്തപുരത്തെ റോഡും ചർച്ചയാവുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഏതൊരു സാധാരണക്കാരനും സമ്പന്നനാകാനുള്ള സാധ്യത കൂടി തെളിയുന്ന ഒരു പ്രത്യേക പ്രോജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് വിഴിഞ്ഞമാണ്. മെയ് 2-ന് വിഴിഞ്ഞം പദ്ധതി കമ്മീഷൻ ചെയ്യാൻ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നത്. വിദേശത്ത് വിപണി കണ്ടെത്തി വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാനോ അത് സംഭരിക്കാനോ കഴിഞ്ഞാൽ വിഴിഞ്ഞം വഴി നിങ്ങൾക്കും കയറ്റുമതി രംഗത്തേക്ക് കടക്കാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചക്കയ്ക്കും മാങ്ങയ്ക്കുമൊക്കെ വലിയ ഡിമാൻഡാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ പറമ്പുകളിൽ ചക്കയും മാങ്ങയും ഒക്കെ വീണ് അഴുകിപ്പോകുന്ന സാഹചര്യമുണ്ട്. വിദേശത്തെ പല മാളുകളിലും ചക്കയും മാങ്ങയും ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അത് വലിയ വില കൊടുത്ത് അവിടെയുള്ള ആളുകൾ വാങ്ങുന്ന ഒരു കാഴ്ച. അതായത് നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ ചീഞ്ഞു പോകുന്ന അവസ്ഥയും, എന്നാൽ കുറെ പേരെങ്കിലും അത് ശേഖരിച്ച് വിദേശത്ത് എത്തിക്കുമ്പോൾ അതിന് വലിയ വില കിട്ടുകയും വലിയ വിപണി മൂല്യം ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യവും. ഏതൊരു സാധാരണക്കാരനും സമ്പന്നനാകാനുള്ള സാധ്യത കൂടിയാണ് വിഴിഞ്ഞത്ത് തെളിയുന്നത്. വിദേശത്ത് വിപണി കണ്ടെത്തി വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാനോ സംഭരിക്കാനോ കഴിഞ്ഞാൽ വിഴിഞ്ഞം വഴി കയറ്റുമതി രംഗത്തേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഈ നാട്ടിലൊക്കെ വന്നിട്ട് ഒരു ചക്ക 10 രൂപയ്ക്കാണ് എടുത്തിട്ട് പോകുന്നത്. പക്ഷെ ഒരു ചക്ക തന്നെ ഏകദേശം 300ഓളം രൂപ കർഷകന് ലഭിക്കുന്ന രീതിയിൽ ബൈ പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് 4 പേര് ചേർന്നുള്ള JLG ഗ്രൂപ്പുകൾ രൂപീകരിച്ചാൽ ഈ ഉൽപ്പന്നങ്ങൾ ചെയ്യാം. ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. കുടുംബശ്രീ പോലെ, അക്ഷയശ്രീ പോലെ, ധനശ്രീ പോലെയുള്ള വനിതകളുടെ കൂട്ടായ്മകൾക്ക്
ഈ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് ഒരു പ്രദേശത്തുള്ള ചക്ക അല്ലെങ്കിൽ മാംഗോ അല്ലെങ്കിൽ നേന്ത്രൻ, ഈ കരിക്ക്, തേങ്ങ ഇതെല്ലാം തന്നെ ശേഖരിച്ച് നേരിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഈ ഗ്രൂപ്പുകൾക്ക് ട്രേഡറായി നിന്നുകൊണ്ട് ഇവർക്ക് അപ്പോഴും ചിലപ്പോൾ 1 ലക്ഷം തേങ്ങയായിരിക്കും വേണ്ടി വരുന്നത്. ഈ ഗ്രൂപ്പിന് തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യവസ്തുക്കളാണ്, 22%. USA, US, ചൈന എന്നിവിടങ്ങളിലേക്കായിരുന്നു ഏറ്റവും കൂടുതൽ കയറ്റുമതി. കയർ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി 10% നടന്നു. കയറ്റുമതി സ്ഥാപനത്തിന്റെ പ്രൊപ്പറേറ്ററാവുകയോ ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കുകയോ ആണ് ആദ്യപടി. തുടർന്ന് ബാങ്ക് അക്കൗണ്ട് തുറക്കുകയും GST എടുക്കുകയും വേണം. MSME ഉദ്യം രജിസ്ട്രേഷനും IE കോഡും നേടുക. ഈ നടപടികളെല്ലാം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും സാധ്യമാക്കാൻ കഴിയും. എന്താണോ കയറ്റുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നുള്ള അനുമതികൾ കൂടി ഉറപ്പാക്കണം. വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾക്ക് 40% മുതൽ 90% വരെ സബ്സിഡി ലഭിക്കുന്നുണ്ട്. സാമ്പത്തികമില്ല എങ്കിൽ PMEGP പദ്ധതി പ്രകാരം പ്രൈം മിനിസ്റ്ററുടെ ഫണ്ടിൽ നിന്ന് വനിതകൾക്ക് 35% സബ്സിഡി ലഭിക്കുന്ന സ്കീമുണ്ട്. 10 lakhs എടുത്തു കഴിഞ്ഞാൽ 3.5 ലക്ഷം രൂപ സബ്സിഡി കേന്ദ്ര സർക്കാർ നമുക്ക് നൽകും. വിഴിഞ്ഞം തുറമുഖം വളരുന്നതിനൊപ്പം സ്വയം ഒരു സംരംഭകനായി മാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ജീവിതം വിസ്മയകരമാകും. സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. അത് നാടിന്റെ നേട്ടമായി മാറും. സന്തോഷ് മണക്കാടിനൊപ്പം VV വിനോദ്, News 18 തിരുവനന്തപുരം. വിഴിഞ്ഞം അങ്ങനെ കേരളത്തിനും രാജ്യത്തിനും മാത്രമല്ല, നമ്മളിൽ ഓരോരുത്തർക്കും വിഴിഞ്ഞം എങ്ങനെ ഗുണപ്രദമായി ഉപയോഗിക്കാം എന്നതാണ് വിനോദിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി വീണ്ടും നമ്മൾ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ നേതാക്കൾക്ക് താക്കീതുമായി കോൺഗ്രസ്. എക്സ് അക്കൌണ്ടിൽ പ്രധാനമന്ത്രിക്കെതിരായ വിമർശനം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിലായിരുന്നു തീരുമാനം. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഈ എക്സിലെ ഈ പോസ്റ്റ് വലിയ വിവാദമായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുകയും അത് പാകിസ്ഥാൻ തന്നെ ആയുധമാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് കോൺഗ്രസ് ഒരു നിലപാടായി സ്വീകരിക്കുന്നത്? അതെ ശ്രീജ, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളും തുടരുകയാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ തന്നെ നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങളിലാണ് ഇപ്പോൾ പാർട്ടി തന്നെ ഇടപെട്ടിരിക്കുന്നത്. ഒരു വിശദമായ കത്ത് തന്നെ PCCക്ക് AICC നൽകിയിരിക്കുകയാണ്. അതിലാണ് പാർട്ടി പ്രമേയം പാലിക്കാൻ അംഗങ്ങൾ, അത് മന്ത്രിമാരായിക്കോട്ടെ, നേതാക്കളായിക്കോട്ടെ, പാർട്ടി വക്താക്കളാകട്ടെ, മീഡിയ പാനലിസ്റ്റുകളാകട്ടെ, ആരുമാകട്ടെ, അവരെല്ലാം തന്നെ പാർട്ടി നിർദ്ദേശം പാലിക്കാൻ തയ്യാറാകണം, അച്ചടക്കം പാലിക്കണം. അല്ലാത്ത പക്ഷം അത് അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്നാണ് ഇപ്പോൾ നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ പ്രധാനമന്ത്രിയുടെ ചിത്രം കോൺഗ്രസ് ഔദ്യോഗിക എക്സ് ഹാൻഡിൽ പങ്കുവച്ചിരുന്നു. അതിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമുണ്ട്, പക്ഷേ തലയുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, നിർണായക സമയങ്ങളിൽ കാണില്ല എന്ന പ്രതികരണം കൂടി, എന്ന വാചകം കൂടി അതിനൊപ്പം ഉൾപ്പെടുത്തിയിരുന്നു. ഇത് പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചു. BJP ആദ്യം ഇതിന് രംഗത്ത് വന്നു. മുസ്ലിം ലീഗ് 2.0 കോൺഗ്രസ് എന്ന വിമർശനം അവർ നടത്തി. പക്ഷേ പാകിസ്ഥാനിലടക്കം ഇത് ചർച്ചയായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ ട്വീറ്റ് പിൻവലിക്കുന്ന നടപടിയിലേക്ക് കോൺഗ്രസ് പോകേണ്ടി വന്നത്. മാത്രമല്ല, INC കേരളയും നേരത്തെ എങ്ങനെ ഇത്തരം അകലെയുള്ള സ്ഥലത്ത് ആക്രമണം നടത്തിയെന്ന ചോദ്യമൊക്കെ തന്നെ പാക് മന്ത്രിമാരൊക്കെ തന്നെ റീട്വീറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അവിടെയും വലിയ വിമർശനങ്ങളുണ്ടായി. സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾക്ക് പുറമെ പല നേതാക്കൾ നടത്തിയ പ്രസ്താവനയും ഇതിനോട് തന്നെ വലിയ വിവാദമായിട്ടുണ്ട്. സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം യുദ്ധത്തോട് തനിക്ക് യോജിപ്പില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സുരക്ഷാ വീഴ്ചയുണ്ടായി, ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിനേക്കാൾ വലിയ രീതിയിൽ കടത്തി പറയുന്ന പ്രതികരണം മറ്റൊരു മന്ത്രിയായ കർണാടക മന്ത്രിയായ RB തിമ്മാപ്പൂർ കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്നു. അതിങ്ങനെയായിരുന്നു, അതായത് ഈ മതം ചോദിച്ചിട്ടില്ല, അങ്ങനെ പറയുന്നത് തെറ്റാണ്. അതായത് ഈ ദൃക്സാക്ഷികളും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും പറയുന്നത് ശരിയെല്ലാം തരത്തിൽ അദ്ദേഹം പ്രസ്താവന നടത്തി. അതൊക്കെ തന്നെ വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായി എന്ന തോന്നലിൽ തന്നെയാണ് ഇപ്പോൾ നേതൃത്വം ഇത്തരം ഒരു ഇടപെടലിലേക്ക് പരസ്യമായി തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ഏതായാലും പാർട്ടി നിർദ്ദേശം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന പ്രതികരണമാണ് ഇപ്പോൾ നേതൃത്വം നടത്തിയിട്ടുള്ളത്. ശ്രീജ, ആവേശത്തോടെയുള്ള പോസ്റ്റുകൾ അത്രയ്ക്ക് വേണ്ട, ഒരു അല്പം ആവേശം കുറയ്ക്കാമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരോടും ഒപ്പം കോൺഗ്രസ് നേതാക്കളോടും പറയുന്നത്. ഭീകരാക്രമണ വിഷയവുമായി ബന്ധപ്പെട്ട് പല പോസ്റ്റുകളും വിവാദമായതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. പോത്തൻകോട് സുധീഷ് കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിക്കുക. കേസിലെ 11 പ്രതികളും കുറ്റക്കാരെന്ന് ഇന്നലെ കോടതി കണ്ടെത്തിയിരുന്നു.
വിവരങ്ങളുമായി വി വിനോദ്, കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. നമ്മൾ സിനിമയിൽ പോലും കാണാത്ത അത്ര വലിയ ക്രൂരതയൊക്കെയായിരുന്നു അന്ന് കണ്ടത്. ആ കേസിലാണ് ഇന്ന് ശിക്ഷാവിധി ഉണ്ടാവാൻ പോകുന്നത്. എന്താണ് വിശദാംശം? ശ്രീജ, കേസിനാസ്പദമായ സംഭവം നടന്ന 3 വർഷങ്ങൾക്കിപ്പുറമാണ് വിചാരണ പൂർത്തിയാക്കി കോടതി കുറ്റക്കാർക്കുള്ള ശിക്ഷ വിധിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസിൽ ഉൾപ്പെട്ട 11 പ്രതികൾ മുഴുവൻ പേരും കുറ്റക്കാരാണെന്ന് നെടുമങ്ങാട് SC/ST കോടതി കണ്ടെത്തിയിരുന്നു. ഗുണ്ടാ കുടിപ്പകയാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രമാദമായ ഒരു കേസാണ് കേരളത്തെ സംബന്ധിച്ച്. കേരളത്തിന്റെ ഈ കുറ്റാന്വേഷണ ചരിത്രം പരിശോധിക്കുമ്പോൾ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഏറ്റവും ഒടുവിൽ ഒരു കൊലപാതകത്തിൽ കലാശിച്ച കേസാണ്. അതുമാത്രമല്ല, ആ കൊല നടത്തിയ രീതി പോലും കണ്ടുനിന്ന ആളുകളെ ഞെട്ടിച്ചതാണ്. കുട്ടികളുടെ മുമ്പിലായിരുന്നു ഈ കൊലപാതകം നടത്തിയത്. അതായത് ഈ കൊല്ലപ്പെട്ട സുധീഷ്, മറ്റ് സംഘത്തിലെ പ്രധാനി സുധീഷ് ഉണ്ണി, രണ്ടുപേരുടെ പേരും സുധീഷ് എന്നാണ്. ഈ സുധീഷ് ഉണ്ണിയെ സുധീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേരത്തെ ആക്രമിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരമായി തന്നെ തിരികെ ഇവർ മർദ്ദിക്കും, ആക്രമിക്കും എന്ന ഒരു ആശങ്കയും ഭയവും സുധീഷിനുണ്ടായിരുന്നു. തുടർന്ന് ഒളിവിൽ പോകുന്നു. പിന്നീടാണ് പോത്തങ്കോടുള്ള ഒരു ബന്ധു വീട്ടിലേക്ക്, അവിടെ ഒരു കോളനിയാണ്, ആ കോളനിയിലെ ഒരു വീട്ടിലേക്ക് സുധീഷ് എത്തുന്നത്. ഈ അടുത്ത ബന്ധു തന്നെ സുധീഷിനെ ഒറ്റുകൊടുക്കുകയാണ്. അതായത് സുധീഷ് ഈ കോളനിയിൽ താമസിക്കുകയാണെന്ന് ഏറ്റവും അടുത്ത ബന്ധു തന്നെ എതിരാളികൾക്ക് ചോർത്തി കൊടുക്കുന്നു. തുടർന്ന് ഇവർ പട്ടാപ്പകൽ, ഈ സംഭവ ദിവസം നടക്കുന്ന ഡിസംബർ 11 രാവിലെ 11 മണിയോടുകൂടി ഓട്ടോയിലും ഇരുചക്ര വാഹനങ്ങളിലുമായി ഈ കോളനിയിലേക്ക് എത്തുകയാണ്. തുടർന്ന് ഈ താമസിച്ചിരുന്ന വീടിനുള്ളിൽ കയറി ഇയാളെ വെട്ടിക്കൊലപ്പെടുത്തുന്നു, സുധീഷിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഈ സമയത്ത് കുട്ടികളടക്കം ഈ കൊലപാതകം കാണുകയാണ്. കൊല നടത്തി എന്നത് മാത്രമല്ല, മരണം ഉറപ്പാക്കിയ ശേഷം ഒരു കാൽ വെട്ടിയെടുത്ത് ഈ ഓട്ടോയിൽ സഞ്ചരിച്ച് ഏതാണ്ട് അര കിലോമീറ്ററോളം സഞ്ചരിച്ച ശേഷം പൊതുനിരത്തിൽ തന്നെ അത് വലിച്ചെറിയുന്ന ദൃശ്യം, അതാണ് CCTV ദൃശ്യങ്ങളായി ആ സമയത്ത് നമുക്ക് ലഭിച്ചത്, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ എത്തിച്ചത്. അങ്ങനെ ഈ ഓട്ടോയിൽ വന്ന സംഘം കാൽ വെട്ടിയെടുത്ത് പോവുകയും പോകുന്ന വഴിക്ക് ഈ കാൽ വലിച്ചെറിയുകയും ചെയ്തു. തുടർന്ന് ഇവർ ഒളിവിൽ പോയി. അവിടെയും തീരുന്നില്ല. ഈ കേസിന്റെ ഒരു തുടർച്ച എന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പോലും ജീവൻ നഷ്ടമാകുന്ന നിലയിലേക്ക് പിന്നെ ഈ കേസിന്റെ ഗതി മാറുകയാണ്. ഒട്ടകം രാജേഷ് എന്ന കുപ്രസിദ്ധ ഗുണ്ട, ഒട്ടകം രാജേഷിന്റെ നേതൃത്വത്തിലാണ് ഈ കേസിലെ 1ാം പ്രതിയായ സുധീഷ് ഉണ്ണി സുധീഷിനെ കൊലപ്പെടുത്താൻ എത്തുന്നത്. ഒട്ടകം രാജേഷ് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. ഒട്ടകം രാജേഷും സംഘവും വർക്കലയിൽ ഒരു തുരുത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന വിവരം പോലീസിന് ലഭിക്കുന്നു. ഇവരെ പിടികൂടുന്നതിന് വേണ്ടി പോലീസ് സംഘം വള്ളത്തിൽ അവിടേക്ക് സഞ്ചരിക്കുകയാണ്. ഈ സമയത്ത് വള്ളം മറിഞ്ഞ് ബാലു എന്ന പോലീസുകാരൻ മരണപ്പെട്ടു. അങ്ങനെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടമായ സംഭവം കൂടിയുണ്ട്. ആ കേസിലാണ് ഇന്നിപ്പോൾ നെടുമങ്ങാട് SC/ST കോടതി വിധി പറയാൻ പോകുന്നത്, ശിക്ഷ വിധിക്കാൻ പോകുന്നത്. ശ്രീജാന്ത്, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇന്ന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏപ്രിൽ 30 സംസ്ഥാന സിവിൽ സർവീസിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വളരെ വളരെ പ്രമുഖരായ ചില ഉദ്യോഗസ്ഥർ പടിയിറങ്ങുന്ന ദിവസമാണ് ഇന്ന് എന്നതാണ്. സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, ഫയർഫോഴ്സ് മേധാവിയും DGPയുമായ K പത്മകുമാർ, വൈദ്യുതി ബോർഡ് ചെയർമാൻ ബിജു പ്രഭാകർ, വനം മേധാവി ഗംഗാ സിംഗ്, അങ്ങനെ വളരെ വളരെ പ്രമുഖരായ ഉദ്യോഗസ്ഥർ ഇന്ന് വിരമിക്കുകയാണ്. വി വിനോദ് തന്നെ വിവരങ്ങൾ നൽകും. വിനോദ്, സംസ്ഥാനത്തെ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി മാത്രമല്ല, ചീഫ് സെക്രട്ടറി വളരെ സ്തുത്യർഹമായ ഒരു 36 വർഷത്തെ സർവീസിന് ഒടുവിൽ ശാരദ മുരളീധരൻ ഇറങ്ങുന്നു. അതോടൊപ്പം തന്നെ പോലീസിൽ, KCBയിൽ നിന്ന്, വനംവകുപ്പിൽ നിന്നൊക്കെ പ്രമുഖർ ഇറങ്ങുന്ന ഒരു ദിവസമാണിന്ന്. ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയാണ് പത്മകുമാറിന്റെ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള യാത്രയപ്പ് എങ്ങനെയാണ്, അങ്ങനെ മറ്റ് യാത്രയപ്പ് ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്? ശ്രീജ, സാധാരണ നിലയിൽ ഇങ്ങനെ ഉദ്യോഗസ്ഥർ വിരമിക്കൽ ഉണ്ട്, അവർ മാറുകയും പുതിയ ചുമതലയിലേക്ക് ആളുകൾ എത്തുകയും ഒക്കെ ചെയ്യും. പക്ഷേ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഏറ്റവും തലപ്പത്തുള്ള 2 ആളുകളാണ് പോകുന്നത്. ഒന്ന് ചീഫ് സെക്രട്ടറി, മറ്റൊന്ന് DGP റാങ്കിലുള്ള K പത്മകുമാർ. ഈ 2 പേർ പടിയിറങ്ങുമ്പോൾ തുടർന്ന് സംസ്ഥാനത്തുണ്ടാകുന്ന ചില കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് ഈ വകുപ്പുകളുമായി ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഏറെ സജീവമായി നിൽക്കുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നത്. സാധാരണ നിലയിൽ 2 ഉദ്യോഗസ്ഥർ മാറിയാൽ മറ്റ് 2 ഉദ്യോഗസ്ഥർ വരുന്ന രീതിയാണ്. പക്ഷേ ഇവിടെ ശാരദാ മുരളീധരൻ മാറുമ്പോൾ A ജയതിലക് അവിടേക്ക് എത്തുമെന്ന് ആ കാര്യം ഉറപ്പായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രശാന്തമായി നിലനിൽക്കുന്ന തർക്കം, A ജയതിലക് മുകളിലേക്ക് എത്തിയാൽ സ്വാഭാവികമായും ഈ പ്രശാന്തുമായി നിലനിൽക്കുന്ന നേരത്തെ തന്നെ തുടരുന്ന ഒരു തർക്കമുണ്ട്. പ്രശാന്ത് ഹിയറിങ്ങിന് ഹാജരാകുന്ന നിലയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ജയതിലകിനെ
സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉൾപ്പെടെ ആക്രമിക്കുന്ന രീതിയുണ്ട്. പക്ഷേ അതിനൊന്നും തെളിവില്ല എന്ന് പറയുന്നു. വരികൾക്കിടയിലൂടെയാണ് പ്രശാന്തിൻ്റെ ആക്ഷേപം അല്ലെങ്കിൽ പ്രശാന്ത് നൽകുന്ന മറുപടികൾ. ഇങ്ങനെ IAS തലപ്പത്ത് വലിയ തമ്മിലടി നടക്കുന്ന അല്ലെങ്കിൽ ചക്കളത്തി പോരാട്ടം നടക്കുന്ന ഒരു സമയമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെട്ട് പ്രശാന്തിൽ നിന്ന് വിശദീകരണം തേടണമെന്ന് ശാരദാ മുരളീധരനോട് നേരത്തെ നിർദ്ദേശിക്കുകയും അവർ അത് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും തൻ്റെ വിശദീകരണം കൊടുക്കൽ, അത് ലൈവ് സ്ട്രീം ചെയ്യണം, റെക്കോർഡ് ചെയ്യണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് പ്രശാന്ത് മുന്നോട്ട് വെച്ചത്. പക്ഷേ അതൊന്നും തന്നെ സർക്കാർ അംഗീകരിക്കുന്ന നിലയുണ്ടായില്ല. ഏതായിരുന്നാലും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. പ്രശാന്ത് തുടരുമോ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ പ്രശാന്തിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് താൻ അത്രയും ആഗ്രഹിച്ചു വന്ന ഒരു മേഖലയാണ്, അവിടെ പ്രവർത്തിക്കുകയാണ്. ആരെങ്കിലും പറയുന്നത് പോലെ താൻ ഇട്ടിട്ട് പോകുന്നതിന് വേണ്ടി വന്നതല്ല, രാഷ്ട്രീയമല്ല തൻ്റെ ജീവിതം, എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനെ ഏറ്റുമുട്ടുന്ന രണ്ട് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തുടർ നീക്കങ്ങൾ എന്താകും എന്നത് കൗതുകകരമായ കാര്യമാണ്. പ്രശാന്തിനോട് കാര്യങ്ങൾ ചോദിക്കാനുള്ള അധികാര കേന്ദ്രമായി ജയതിലക് മാറുന്നുണ്ട്. അവിടെയാണ് ഈ സർക്കാർ നേരിടാൻ പോകുന്ന ഒരു വലിയ വെല്ലുവിളി വരുന്നത്. മറ്റൊന്ന്, പത്മകുമാറിൻ്റെ പടിയിറക്കവുമായി ബന്ധപ്പെട്ടാണ്. മനോജ് എബ്രഹാം DGP റാങ്കിലേക്ക് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തെ അങ്ങനെ ഉയർത്തിയിട്ടുണ്ട്. DGP റാങ്കിലുള്ള ഒരാൾക്ക് ലോ ആൻഡ് ഓർഡർ ADGP ആണ് സാധാരണ ലോ ആൻഡ് ഓർഡറിൻ്റെ തലപ്പത്ത് വരുന്നത്. അങ്ങനെ അവിടെ തുടരാൻ കഴിയില്ല. അദ്ദേഹത്തെ ഫയർഫോഴ്സ് മേധാവിയാക്കി മാറ്റിക്കൊണ്ടുള്ള ഉത്തരവും നേരത്തെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പത്മകുമാർ ഒഴിയുന്നതോടുകൂടി മനോജ് എബ്രഹാം ആ സ്ഥാനമേൽക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ MR അജിത്കുമാർ വീണ്ടും ലോ ആൻഡ് ഓർഡർ ADGP ആകുമോ എന്ന തരത്തിലായിരുന്നു ചർച്ചകൾ ഉയർന്നു വന്നത്. വലിയ വിവാദത്തിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. പ്രത്യേകിച്ച് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പേരിൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ വലിയ ആരോപണം ഉന്നയിക്കുകയും പിന്നീട് സർക്കാരിനെ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടിയും വന്നു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ അവിടേക്ക് കൊണ്ടുവന്നാൽ CPM രാഷ്ട്രീയമായി മറുപടി പറയേണ്ടി വരും. വലിയ രാഷ്ട്രീയ വിവാദമായ സംഭവം മാറും. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് 2 IG-മാർക്കായി ഈ പദവി നൽകുക, ADGPയെ ഒഴിവാക്കിക്കൊണ്ട് തൽക്കാലം ADGP ലോ ആൻഡ് ഓർഡർ എന്ന സ്ഥാനമില്ലാതെ IG-മാരെ നിയോഗിച്ചുകൊണ്ട് ഈ ക്രമസമാധാനത്തിൻ്റെ ചുമതല നൽകുക എന്ന ഒരു തീരുമാനം. ബിജു പ്രഭാകറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. വളരെ നിർണായകമായ പദവിയിൽ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് പടിയിറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടണം എന്ന ഒരു കാര്യം ഒരുപക്ഷെ മന്ത്രി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ സർക്കാരിൻ്റെ തീരുമാനം വരേണ്ടതുണ്ട്. അദ്ദേഹം പടിയിറങ്ങുമ്പോഴും അതിരപ്പള്ളിയിൽ ജലവൈദ്യുത പദ്ധതി എന്നത് വീണ്ടും ഒരു സജീവ ചർച്ചയായി വരുന്നുണ്ട്. KM മാണിയുടെ കാലത്തൊക്കെ കൊണ്ടുവന്ന കാരുണ്യ ബലവനൻ്റെ ഫണ്ട് പദ്ധതി, അത് ബിജു പ്രഭാകറിൻ്റെ ആശയമായിരുന്നു. KSRTCയിൽ കൊണ്ടുവന്ന ചില പരിഷ്കാരങ്ങൾ വലിയ വാർത്തകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വങ്ങൾ കൂടിയാണ് ഇപ്പോൾ വിരമിക്കുന്നത്. ബിജു പ്രഭാകറിന്റെ കാലാവധി കൂട്ടി നൽകണമെന്ന മന്ത്രിയുടെ ആവശ്യം മന്ത്രിസഭ പരിഗണിക്കുമോ എന്നൊക്കെ കാത്തിരുന്നു അറിയാം. ഒപ്പം വനവകുപ്പ് മേധാവി ഗംഗാ സിംഗ് കൂടി ഇന്ന് സ്ഥാനമൊഴിയുന്ന കൂട്ടത്തിലുണ്ട്. മറ്റു വാർത്തകളിലേക്ക് പോകാം. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്റെ കേരളം ഇടുക്കി ജില്ലാതല പ്രദർശന വിപണന മേള വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ആരംഭിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മേള ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ ജനങ്ങൾക്ക് അവസരമൊരുക്കുകയാണ് 4ാം വാർഷിക പ്രദർശനമേളയുടെ ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രകടമായ വിലയിൽ തന്നെ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും നിരീക്ഷിക്കുവാനും അതോടൊപ്പം വിജ്ഞാനപ്രദമായ പല കാര്യങ്ങളും മനസ്സിലാക്കുവാനും സാധിക്കത്തക്ക വിധത്തിലാണ് ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത വിളംബര റാലിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർനാക്കുന്നേൽ വിളംബര റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ വേദിയിൽ ആരംഭിച്ച സമ്മേളനത്തിൽ ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി, ജില്ലാ പോലീസ് സൂപ്രണ്ട് TK വിഷ്ണുപ്രദീപ്, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ADM ഷൈജു P. ജേക്കബ്, ഇൻഫർമേഷൻ ഓഫീസർ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രദർശന വിപണനമേള മെയ് 5-ന് സമാപിക്കും. ന്യൂസ് 18 ഇടുക്കി. ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഡേ വിഷസിലേക്ക് പോകാം. മാനന്തവാടി സ്വദേശി ഷാഹിനയുടെ 26ാം ജന്മദിനമാണെന്ന്. ഷാഹിനയുടെ മകൻ അദ്നാനാണ് ആശംസ നേരുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഷാഹിന. പാലക്കാട് സ്വദേശി അദ്വൈത് P.യുടെ 11ാം പിറന്നാളാണ് ഇന്ന്. അദ്വൈതിന് ആശംസകൾ നേരുന്നത് അച്ഛൻ പ്രതീഷ്. നമ്മുടെ ന്യൂസ് 18 കേരളയുടെ പാലക്കാട്ടെ ഞങ്ങളുടെ സാരഥിയാണ് പ്രതീഷ്.
പ്രതീഷും അമ്മ ഇന്ദു ശശിധരനും ചേച്ചി അനുഷ്ക പ്രതീഷും ഒക്കെയാണ് ആശംസകൾ നേരുന്നത്. ഒപ്പം അദ്വൈതിന് ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. പാലക്കാട് സ്വദേശി രമേശിന്റെയും ജിഷയുടെയും 20ാം വിവാഹ വാർഷികമാണ്. ആശംസകൾ നേരുന്നത് മകനായ ഘനശ്യാമാണ്. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ രമേശിനും ജിഷയ്ക്കും. പാലക്കാട് തന്നെ ഗോപാലകൃഷ്ണന്റെയും പ്രബലയുടെയും 38ാം വിവാഹ വാർഷികമാണ്. ആശംസകൾ നേരുന്നത് അമേരിക്കയിൽ നിന്ന് മകൾ രശ്മിയും മരുമകൻ ജിയോയും കൊച്ചുമക്കളായ ദേവിനിയും ദക്ഷിതുമാണ്. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. വടക്കാഞ്ചേരി കുമരനെല്ലൂർ സ്വദേശികളായ സനൂപ് വിചിത്ര ദമ്പതികളുടെ മകൻ ഇവാൻ കൃഷ്ണയുടെ ആദ്യ പിറന്നാളാണിന്ന്. ഇവാൻ കുട്ടന് ഹാപ്പി ബർത്ത്ഡേ. അടുത്തത് ഞങ്ങളുടെ ഒരു കുടുംബാംഗം, ഞങ്ങളുടെ സഹപ്രവർത്തകനായ രാജേഷ് വെമ്പായത്തിന്റെ ഭാര്യ കവിതയുടെ പിറന്നാളാണിന്ന്. നെടുമങ്ങാട് ആനാട് സ്വദേശിയാണ് കവിത. ഹാപ്പി ബർത്ത്ഡേ കവിത. ഇനി നമ്മൾ വാർത്തകളിൽ നിന്ന് പതിവ് പോലെ ഒരു ഇടവേള എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം.